നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്ത് ബാഴ്സലോണ ആരാധകരല്ലാത്ത മറ്റെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ് റയൽ മാഡ്രിഡാണ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബെന്ന്. കിലിയൻ എംബാപ്പെ തുറന്നടിച്ചങ്ങ് പറയുകയാണ്. സോ റെയറിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ എംബാപ്പെ കുറേ കാര്യങ്ങൾ തുറന്നു വരുന്നു. അക്കൂട്ടത്തിലാണ് പറയുന്നത്, അപ്പാർട്ട് ഫ്രം ബാഴ്സലോണ ഫാൻസ് എവറി വൺ നോസ് ദാറ്റ് റയൽ മാഡ്രിഡ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ്. ബാഴ്സ ആരാധകരൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. എല്ലാവർക്കും അറിയാം, റയലാണ് ലോകത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലബ്ബ്, മഹത്തായ ക്ലബ്ബ്, മികച്ച ക്ലബ്ബ് എന്ന് എല്ലാവർക്കും അത് വ്യക്തമാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു എവറി വൺ. ഈ ക്ലബിന് ആ ഒരു മഹാത്മ്യമുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. തീർച്ചയായിട്ടും റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നത് താൻ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ആളുകൾക്ക് ചില സമയത്ത് അംനേഷ്യ പിടിപെടും, ചിലതും മറക്കും. ഇറ്റ് സീംസ് പീപ്പിൾ ഹാവ് അംനേഷ്യ. നമുക്കെല്ലാം വിജയിക്കാനൊന്നും പറ്റില്ലല്ലോ, അടുത്ത ദിവസം അവരത് മറക്കും. അതായത് എത്രയൊക്കെ മികച്ച പ്രകടനം നടത്തിയാലും ചിലപ്പോൾ ആളുകൾ കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ആളുകൾക്കൊരു അംനേഷ്യ, മറവി രോഗമുണ്ട്. ഇതിനു മുമ്പ് സംഭവിച്ച എന്താണെന്ന് അവർ വളരെ പെട്ടെന്ന് മറക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഇനി വേൾഡ് കപ്പിൻ്റെ സമയമല്ലേ, 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എംബാപ്പെ നടത്തിയ മാസ്മരിക പ്രകടനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹാട്രിക്കാണ് അവൻ അടിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടീം തോറ്റിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പോലും 2022 വേൾഡ് കപ്പ് ഫൈനൽ മത്സരം റീവാച്ച് ചെയ്തിട്ടില്ല. വീണ്ടും ഞാൻ കണ്ടിട്ടില്ല അത് ടി വിയിൽ, നെവർ, ഒരിക്കലും കാണുകയില്ല. ഞാനത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് മൈറ്റ് അവേക്കൺ സം ഡെമൺസ്. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാനത് പിന്നെ കണ്ടിട്ടില്ല. നമ്മൾ മൂവ് ഓൺ ചെയ്തതാണ്, ഞങ്ങൾ തോറ്റു കഴിഞ്ഞു, ഞാൻ അത്രയാണ് അതിനെ കാണുന്നുള്ളൂ എന്നുകൂടി എംബാപ്പെ പറയുന്നു. എന്നാൽ ഈ വേൾഡ് കപ്പിൽ വമ്പൻ താരങ്ങളോട് ഏറ്റുമുട്ടണമെന്ന ആഗ്രഹമുണ്ട്. നെയ്മർക്കെതിരെ കളിക്കണം, ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ കളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് അവരുടെ അവസാന വേൾഡ് കപ്പ് ആണല്ലോ എന്നുകൂടി കിലിയൻ എംബാപ്പെ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, ഐ എം വെരി പ്രൗഡ് ടു പ്ലേ ഫോർ റയൽ മാഡ്രിഡ്. കാരണം എന്താണെന്നറിയോ, എനിക്ക് റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ എൻ്റെ പേരെഴുതി ചേർക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്. ഇഫ് യു മേക്ക് യു എ മാർക്ക് ഓൺ ദി ഹിസ്റ്ററി ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്ലബ് ഇൻ ദി വേൾഡ്, തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ ചരിത്രത്തിലും നിങ്ങൾക്കൊരു വലിയ ഇടം ലഭിക്കും. അതായത് ലോകത്തെ ഏറ്റവും മഹത്തായ ക്ലബിൻ്റെ ചരിത്രത്തിൽ നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതി ചേർക്കുകയാണെങ്കിൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലും അതോടൊപ്പം നിങ്ങൾക്ക് ഇടം പിടിക്കാൻ പറ്റുമെന്നുകൂടി കിലിയൻ എംബാപ്പെ പറയുന്നു. സോ എംബാപ്പെ പറയുന്നു, ബാഴ്സ ആരാധകരല്ലാത്ത എല്ലാവർക്കും ആ സത്യം പകൽ പോലെ വ്യക്തമാണ്. റയലാണ് ലോകത്തെ ഏറ്റവും മഹത്തായ ക്ലബ്ബ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.